ലക്ഷ്മി ബിഗ് ബോക്സിൽ നന്നായിട്ട് പ്ലേ ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ഇനി യാത്രയില്ല, ഞാൻ ഇറങ്ങട്ടെ. അത്ര 10 ലക്ഷം വരെ കൊടുക്കുന്നു. അനീഷ് കാല് വന്നിച്ച് കാല് തൊട്ട് തൊഴുത് വരെ നന്ദി അർപ്പിക്കുന്ന ഇത്ര നന്ദി ഉള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സാറിന്റെ അവസാന നിമിഷം പോയില്ല? ലക്ഷ്മി പോയി, മിഥുൻ പോയി, എത്ര പേര് പോയി. അങ്ങനെയെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ സാർ അനീഷിനെ കാണാൻ വേണ്ടി മാത്രമാണ് എത്തിയത്. അപ്പോൾ അനീഷിനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സീസണിലും ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള കൺസിഡറേഷനാണ് അനീഷിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്നേഹമാണ് കൊടുത്തിട്ടുള്ളത്. സാർ വളരെ തിരക്കിൻ്റെ ഇടയിലും അനീഷിനെ സ്നേഹിച്ചവരുടെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതായ പോലെ തോന്നി. ഈ മരണകാരണങ്ങൾ, അതിന് പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും പത്രസമ്മേളനത്തിലൂടെ നമ്മളെല്ലാവരും നാട്ടുകാരെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം എത്തിയിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രൂപ്പ് ചെയർമാനായ ഡോക്ടർ റോയ് സാറിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ഇന്നലെയാണ് കഴിഞ്ഞത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ബണ്ണർഘട്ടയിലുള്ള സാറിൻ്റെ തന്നെ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. പൊതുദർശനത്തിൽ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ സാധാരണ ജനങ്ങൾ. സാർ അത്തരത്തിലായിരുന്നു എല്ലാവരോടും ഇടപഴകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ അവസാന നിമിഷം സാറിന് ഒരു നോക്ക് കാണാനായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് വരും എന്ന് പ്രതീക്ഷിച്ച ജനങ്ങൾക്ക് നിരാശയാണ് ഉണ്ടായത്. ബാംഗ്ലൂർ സാർ ആദ്യമായി വാങ്ങിയ മണ്ണിലാണ് സാറിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അനീഷ്, കൺഗ്രാജുലേഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട്. തന്നില് കണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊട്ടുപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും. ഗുഡ്. അത് കഴിഞ്ഞ് ഇന്നിതാ ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ ഒരു. നാളെ എന്റെ റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണത്. അപ്പൊ നാളെ ബാംഗ്ലൂട്ടോളൂ, മറ്റന്നാ 10 ലക്ഷാധിപതി. അത് വേണ്ട. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരുപക്ഷെ പലർക്കും ദേഷ്യം തോന്നും, എന്തിനാ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. അനീഷിന്റെ വാക്കുകളും സാർ ഒരു സീസണിലും ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള കൺസിഡറേഷനാണ് അനീഷിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്നേഹമാണ് കൊടുത്തിട്ടുള്ളത്. സാർ വളരെ തിരക്കിൻ്റെ ഇടയിലും അനീഷിന് 10 ലക്ഷം കൊടുക്കാൻ വേണ്ടി മാത്രം കാലിക്കറ്റ് എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അനീഷിന് അത്രയും ബ്ലെസ്സിങ് കൊടുക്കുന്നു, അത്ര 10 ലക്ഷം വരെ കൊടുക്കുന്നു. അനീഷ് കാല് വന്നിച്ച് കാല് തൊട്ട് തൊഴുത് വരെ നന്ദി അർപ്പിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്ര നന്ദി ഉള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സാറിൻ്റെ അവസാന നിമിഷം പോയില്ല? ലക്ഷ്മി പോയി, മിഥുൻ പോയി, എത്ര പേര് പോയി. അങ്ങനെയെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ സാർ അനീഷിനെ കാണാൻ വേണ്ടി മാത്രമാണ് എത്തിയത്. അപ്പോൾ അനീഷിനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിനെ സ്നേഹിച്ചവരുടെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതായ പോലെ തോന്നി. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പലരും കമൻറ്റുകളിൽ ഒരു പൊങ്കാലയായിരിക്കും എന്നൊക്കെ അറിയാം. പക്ഷേ എനിക്ക് മനസ്സിൽ പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്, ഞാനത് പറഞ്ഞു. ഈ കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ വിന്നറെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ശേഷമാണെങ്കിലോ സാറിന് ഏറ്റവും കൂടുതൽ താല്പര്യം അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അനീഷിനോടായിരുന്നു. ഇതിന് മുമ്പത്തെ സീസണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പിന് ഒന്നും കിട്ടാതെ അവർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും പലരും പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു, സെക്കൻഡ് കിട്ടിയാൽ എന്താ, ഫസ്റ്റ് റണ്ണറപ്പിനും കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു എന്ന് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഒരു മാറ്റമാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായത്. മൈജി ആണെങ്കിൽ വാരിക്കോരി സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഒരു വീട്ടിലേക്ക് വേണ്ട, ഒരു മനുഷ്യൻ്റെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മൈജി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ മൈജിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനും അപ്പുറമാണ് ഇപ്പോൾ റോയ് സാറ് 10 ലക്ഷം ആ വേദിയിൽ വെച്ച് പറഞ്ഞില്ല, ആരോടും പറയാതെ തന്നെ തൻ്റെ ഇഷ്ടപ്രകാരം 10 ലക്ഷം കൊടുക്കുന്നു. ആൾ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞു. അന്വേഷണ അടുത്ത് കാലിക്കറ്റുള്ള ഒരു റിസോർട്ടിലേക്ക് വരാൻ പറയുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ട ആ ചെക്കും കാര്യങ്ങളൊക്കെ കൈമാറുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞ വാക്കുകളുണ്ട്, ഇത് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഒരു സാധാരണക്കാരാണ്, എന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന്. ഒരുപക്ഷെ ഈ കടപ്പാടുകളെല്ലാം ഒരു വാക്കിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന രീതിയിലാണ് കേട്ടോ. അവസാന നിമിഷം സാറിന് ഒരു നോക്ക് കാണാനുള്ള ഒരു മനസ്ഥിതി ഒരുപക്ഷെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആ നന്ദിപൂർവ്വമുള്ള വാക്കില്ലേ, അതിന് 100% വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നുമായിരുന്നു അല്ലേ. അനീഷിനെ സാറ് വിളിച്ച സമയത്തും സാർ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ കൈകൂപ്പിക്കൊണ്ടാണ് സാറ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഫോണിൻ്റെ ഇപ്പുറത്തുള്ളത് കൊണ്ട് നമുക്ക് കൈകൂപ്പിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ സംസാരിക്കണം നമുക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. സാറിൻ്റെ അവസാന നിമിഷം സാറിന് ഒരു നോക്ക് കാണാനായിട്ട്
നമ്മൾ കാത്തിരുന്ന കുറച്ച് പേരുണ്ട്. ആ കൂട്ടത്തിൽ അനീഷും ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ മാനം കാത്തുകൊണ്ട് ലക്ഷ്മി എത്തിയിട്ടോ. ലക്ഷ്മി ഇവിടെ നിന്ന് പറന്ന്, കേരളത്തിൽ നിന്ന് പറന്ന് അങ്ങോട്ട് ബാംഗ്ലൂർ, അധികം സമയമൊന്നും വേണ്ട. ബാംഗ്ലൂർക്ക് പോകുക, ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ വെളുപ്പിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. വെളുപ്പിന് ഒരു 4000 രൂപയുടെ കാര്യമുള്ളൂ. 4000 രൂപയ്ക്ക് അവിടെ പോയി ഇറങ്ങാം, ഈവനിങ് വേറെ ഫ്ലൈറ്റ് ഉണ്ട്, തിരിച്ചു വരാം. ഒരു 10-10000 രൂപയിൽ ഒതുങ്ങും സാറിനെ ഒന്ന് ഒരു നോക്ക് പോയി കണ്ടിട്ട് വന്ന് തിരിച്ചു വരാനായിട്ട്. 10 ലക്ഷമൊക്കെ കൊടുത്തല്ലേ, അപ്പോൾ ഒരു 10000 രൂപ സാറിന് വേണ്ടിയിട്ടൊന്ന് മുടക്കി സാറിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമായിരുന്നു. എന്തായാലും ബിഗ് ബോസിന്റെ മാനം കാത്തുകൊണ്ട് ലക്ഷ്മി എത്തിയിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി പോയി സാറിനെ കണ്ടു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ള പരിചയം മാത്രമേ ലക്ഷ്മിക്ക് സാറിനോടുള്ളൂ. പക്ഷേ സാറിനെ കാണാൻ ലക്ഷ്മി വന്നപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ ഒരു ക്ലിപ്സൊക്കെ ന്യൂസിൽ ഞാൻ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ലക്ഷ്മി ബിഗ് ബോക്സിൽ നന്നായിട്ട് പ്ലേ ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ഐ നോ ലക്ഷ്മി ഫോർ ദ ലാസ്റ്റ് 1 year. Lakshmi, all the best in life. And I'm sure that a lot of good things will happen to you, Anish and Anumol and every single participant. And I'm sure that Big Boss is a platform that takes you to the next league. Take care. Bye-bye. അപ്പോൾ ഇനി യാത്രയില്ല, ഞാൻ ഇറങ്ങട്ടെ. അവസാനമായി യാത്ര പറഞ്ഞ് സാർ ഇറങ്ങി. ആ സമയം അനീഷിൻ്റെ കൂടെ തന്നെ ലക്ഷ്മിയും തൊട്ടരികിലുണ്ട്. പക്ഷേ അവസാന നിമിഷം സാറിനെ ഒരു നോക്ക് കാണാനായിട്ട് ലക്ഷ്മി വന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ റോയ് സാറും ലാലേട്ടനും ആൻ്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു ബന്ധം പല ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടനെ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടന് എത്താൻ സാധിച്ചില്ല. അതിന് പകരം ലാലേട്ടൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു റീത്തുമായിട്ടാണ് കേട്ടോ ആൻ്റണി പെരുമ്പാവൂർ എത്തിയത്. ആൻ്റണി പെരുമ്പാവൂർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാസനോവ മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ബന്ധം. ഒരുപാട് യാത്രകൾ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ തീരില്ല തമ്മിലുള്ള ബന്ധം എന്നൊക്കെ. ലാലേട്ടൻ്റെ വലിയൊരു തിരക്കുള്ളതുകൊണ്ടാണ് ആൻ്റണി പെരുമ്പാവൂർ വന്നല്ലോ, ലാലേട്ടൻ വന്ന പോലെ തന്നെയാണ് എന്നാണ് എല്ലാവരും മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെ എടുക്കാം. നമുക്ക് നിറകണ്ണുകളോടെയാണ് കേട്ടോ ആൻ്റണി പെരുമ്പാവൂർ സാറിനെ കാണുന്നത്. കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ ഡിസ്കഷൻ മുതൽ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്. മോഹൻലാൽ സാറും ഞങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ അദ്ദേഹത്തിൻ്റെ, ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്താണ് കാസനോവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലോഞ്ച് അന്ന് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പല ഫംഗ്ഷനുകളിലും പുള്ളിയുടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ദുബായിലും കൊച്ചിയിലും ബാംഗ്ലൂരിലും എല്ലാം. അപ്പോൾ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അത് അദ്ദേഹം ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും ഒക്കെ തന്ന ഒരാളാണ്. റോയ് സാറും മിഥുനും തമ്മിലുള്ള പല ഇൻ്റർവ്യൂസും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടാണ്. ആ ഒരു ബന്ധം വെച്ചിട്ടോ എന്തോ ഭയങ്കര ഒരു സാറിനോട് ഒരു തവണ കണ്ടവർ പോലും പുള്ളിയെ മറക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മിഥു വന്നിട്ട് വിങ്ങിപ്പൊട്ടുന്ന രംഗമാണ് കേട്ടോ ഇത്. മിഥുന ലക്ഷ്മി എല്ലാം വന്ന അവസാന നിമിഷം അദ്ദേഹത്തെ കണ്ടു. എന്തായാലും ഏഷ്യാനെറ്റിന്റെ മാന അവർ കാത്തു. മണ്ണാർക്കാട്ടെയിലെ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു അവസാന നിമിഷം പൊതുദർശനം വെച്ചിട്ടുണ്ടായിരുന്നത്. സാർ ആദ്യമായി വാങ്ങിയ മണ്ണിലാണ് സാറിനെ അടക്കിയിരിക്കുന്നത്. ഒരു ബിസിനസ് മാഗ്നറ്റ് റോയ് എന്ന് പറയുന്ന വ്യക്തിയെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചിരിച്ചു കളിച്ചു മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിനും അപ്പുറം, ക്യാമറകൾക്കും അപ്പുറം ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് താങ്കളുടെ ഭർത്താവിന് അല്ലെങ്കിൽ താങ്കളുടെ അച്ഛന് ഫാദറിന് സംഭവിച്ചേ എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ട് റോയ് സാറിൻ്റെ ഫാമിലി കൊച്ചിയിലെ ഹോളിഡേ ഇന്നിൽ 3-ാം തീയതി ഒരു വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. 3-ാം തീയതി ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ ഈ മരണകാരണങ്ങൾ, അതിന് പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും പത്രസമ്മേളനത്തിലൂടെ നമ്മളെല്ലാവരും നാട്ടുകാരെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം എത്തിയിരിക്കുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. സത്യം എന്താണെന്നുള്ളത് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് കാത്തിരിക്കാം, എല്ലാം അറിയാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും